മലപ്പുറം കാളികാവ് ഉദരംപൊയിൽ 2.5 വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് ക്രൂരമായ മർദ്ദനമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. മർദ്ദനത്തിൽ വാരിയെല്ലുകൾ പൊട്ടിയെന്നതടക്കമുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. കേൾക്കലുണ്ട്, പക്ഷെ ഇത്ര ഇങ്ങനെ കഠിനമായിട്ട് കാട്ടുന്നറിയില്ലല്ലോ. തല്ലണൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ചെന്ന് പറയലുണ്ട്. ഇങ്ങനെ തല്ലലിന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ കുട്ടിയല്ലേ, ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും, നിങ്ങൾ ചോദിക്കണ്ട അറിയും. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മടങ്ങിപ്പോരും. നല്ല ചീത്തൊക്കെ പറയുമ്പോൾ പോയി പറയും. ഇപ്പ പറയലുണ്ട്, ഇമ്മ പറയലുണ്ട്, എല്ലാവരും പോയി പറയലുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കുട്ടിന്റെ ഒച്ച കേട്ടിട്ടാണോ പോയി? കുട്ടിൻ്റെ ഒച്ചയല്ല കേട്ടത്, ആ കുട്ടിൻ്റെ അമ്മാൻ്റെ ഒച്ച കേട്ടിട്ടാണ് ചെന്ന് നോക്കി. ഞാൻ അടുക്കളയിൽ നോമ്പല്ലേ, അപ്പോൾ അടുക്കളയിൽ ഉണ്ടായിന് ഞാൻ. അപ്പോൾ ഒച്ച കേട്ട് പോയി നോക്കിയതാണ്. അമ്മാനോട് പറഞ്ഞു ആ കുട്ടി പോയി എന്നൊക്കെ പറയുന്നുണ്ട്, കുട്ടീനെ കൊന്നൂലേ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് മണ്ടിയത്. അപ്പോൾ കുട്ടീനെ അടുക്കളയിൽ ഒരു 2 വാതിലും പൂട്ടിയേക്കേന്. അപ്പോൾ അടുക്കളയിൽ പോയി ഇരുത്തിയേക്കേന്. അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ കുട്ടിക്ക് ശ്വാസമൊന്നുമില്ല. പോയി എടുത്ത് ഛർദ്ദിച്ചോ കുട്ടി, ഛർദ്ദിച്ചിൻ്റെ കയ്യിൽ നിന്ന് ഛർദ്ദിച്ചത്. പിന്നെ അങ്ങനെ കൊട്ടിയപ്പോൾ ഇങ്ങനെ ശ്വാസം മേപ്പോട്ട് വലിച്ചു. പിന്നെ അപ്പം തന്നെ മരിച്ചിരിക്കണം, ഉറപ്പാണ്. അപ്പോൾ അവൻ പറഞ്ഞത് തരിപ്പ് പോയിക്കാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ വെള്ളം കൊടുത്തിനു, അതിന് കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലിലേക്ക് പോകല്ലേ പറഞ്ഞപ്പോൾ ഗവൺമെൻറ്റിക്ക് പോയാൽ പോരെ, അല്ലെങ്കിൽ വേഗം വണ്ടി വിളിച്ചു പോകാൻ. അപ്പോൾ വണ്ടിയൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ റോഡ് സൈഡിൽ പോണ വണ്ടിക്ക് കൈ അട്ടിങ്ങാണ്ടാണ് പോയത്. ഞാനും ഉമ്മയും പറഞ്ഞിട്ടാണ് വണ്ടി വന്നത്. വണ്ടി വന്നിട്ടുമില്ല, അത് കാർ ഇവിടെ നിർത്തിയേക്ക. അങ്ങനെ കൈ അണിച്ചപ്പോൾ നിർത്തിയതാ, വണ്ടി വിളിച്ചിട്ടില്ല. ഇങ്ങനെ ചീത്ത പറയണത് കേൾക്കാം, അടിച്ചതൊക്കെ കേൾക്കാം, പക്ഷെ നമുക്ക് കണ്ടിട്ടില്ല. കേൾക്കാതൊക്കെ മറക്കും. അതിന് ഓരോ വീട് ഫുള്ളായിട്ട് മറക്കുമല്ലോ. ബന്ധമല്ല, അധികം ബന്ധം തന്നെയല്ല. ഈ കുട്ടി അങ്ങനെ ബോധം പോയ അവസ്ഥയായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അല്ല, ഓലൊരു ടെൻഷനായ പോലെ ഓല മുഖമൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു ഇതിലേനു ഓല്. ഞങ്ങൾ വാരി കൊണ്ടുപോയത്. ഞാൻ ചെന്നപ്പോ ഓള് പുറത്തന്നെയാണ്, റൂമിന്റെ ഉള്ളിൽ. അതിന് മുമ്പ് പൂട്ടിയേക്കണ അറിയില്ലല്ലോ. ഞാൻ ചെന്നപ്പോലൊക്കെ അടുക്കളയിലേനു. അതിക്രൂരമായ പീഡനത്തിനിരയായാണ് കുഞ്ഞു മരിച്ചത്. ശാരീരികമായി മർദ്ദനം ഏറ്റുവാങ്ങിയിരുന്നു. ഞങ്ങള് എല്ലൊക്കെ കേൾക്കണുള്ളൂ, വേറെ ആരും അങ്ങനെ കേൾക്കൂലല്ലോ. അപ്പൊ ഇങ്ങനെ കുട്ടി ഇങ്ങനെ കരയുമ്പോ കുട്ടീൻ്റെ അപ്പം ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ചെല്ലും. ഞാൻ അതിനൊക്കെ തല്ലല്ലേ, 2 വയസ്സ് കഴിഞ്ഞ കുട്ടിയല്ലേ, ചെറിയ കുട്ടിയല്ലേ എന്നറിയും. ഓള് ആ പെണ്ണും തല്ലും, ആ കുട്ടീൻ്റെ അമ്മയും തല്ലും. ഉമ്മാക്ക് പിന്നെ അങ്ങനെ ഒരു സുഖമില്ലായ്മ എന്തോണ്ട് തോന്നുന്നു. അങ്ങനെ ഒരു നല്ലോണം അടിക്കൂലേ, അതിലങ്ങനെ അടിക്കും. ഈ കുട്ടീൻ്റെ അമ്മയും ഓളും തല്ലും കുട്ടീനെ, അങ്ങനെ എല്ലാവരും തല്ലും. കുട്ടി ഇങ്ങനെ കരയണ കേൾക്കും. അതിൽ പിന്നെ കരയണ കേൾക്കുമ്പോൾ പറയും, പിന്നെ എൻ്റെ ഭർത്താവും ചെന്ന് പറയും, എന്തിനാണ് ആ കുട്ടീനെ ഇങ്ങനെ തല്ലണത് എന്ന് പറയും. പിന്നെ ഇപ്പം ലാസ്റ്റ് ഇപ്പം ഇങ്ങനെ തന്നെ ഓളെ കരച്ചിൽ കേട്ടതാണ്.